ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴം വെച്ചിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. ഇത് നല്ലോണം പഴുത്ത പഴമാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ എടുത്ത പഴം മുറിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇടുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 5 ടീസ്പൂണും പഞ്ചസാര, പിന്നെ ഒരു 4-5 ഏലക്ക മിക്സിയിലിട്ട് പൊടിച്ച് എടുക്കാം. മുറിച്ച് വെച്ച പഴത്തിലേക്ക് നമ്മൾ 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ 2 ടീസ്പൂണ് പത്തിരിപ്പൊടി, പൊടിച്ച് വെച്ച പഞ്ചസാര ഏലക്കായും കൂടിയുള്ള പൗഡർ, ഇനി ഒരു 1/2 ടീസ്പൂണ് ഉപ്പ്, ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് 1 സ്പൂണ് കരിഞ്ജീരകം, എള്ള് കയ്യിലുണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ചേർക്കാം. ഇനി ഇത് സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കുക. അങ്ങനെ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആക്കിന്ന്. ഇതിന് ഇവിടെ പറയുന്നത് പഴംപത്തിരി, പഴപ്പത്തിരി എന്നൊക്കെ പറയുന്ന സാധനമാണിത്. ഇത് തട്ടുകടയിലൊക്കെ എപ്പോഴും കിട്ടുന്നൊരു സാധനമാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. അടി പരന്ന ഒരു പാത്രമാണിത് ചുട്ടെടുക്കാൻ വേണ്ടത്. നമ്മളത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ഒഴിക്കാം. നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. അങ്ങനെ നമ്മൾ എണ്ണ ചൂടായിട്ട് ഇത് നമുക്കിനി ഓരോരോ സ്പൂണായിട്ട് ഒഴിച്ചെടുക്കാം. മീഡിയം ചൂടുള്ള എണ്ണയിൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ ചുട്ടെടുക്കുന്നത്. ഇത് നല്ല അടിപൊളി സ്നാക്സാണ്. നമ്മുടെ പഴംപത്തിരി റെഡിയായി. ഇത് ഓരോന്നായിട്ട് വാങ്ങിയെടുക്കാം. അങ്ങനെ നമ്മളെ പഴംപത്തിരിയൊക്കെ റെഡി ആയിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കറുത്ത പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സായിട്ട് നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ എന്നെ എൻ്റെ ചാനലിനൊക്കെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.